ഞാൻ പറയുന്ന കഥ വിശ്വസിക്കാൻ പലർക്കും ബുദ്ധിമുട്ടാകും. എങ്കിലും ഞാൻ കണ്ടതും അനുഭവിച്ചതുമാണ് ഇത്. ഇന്നും രാത്രി ആകുമ്പോൾ ദൂരത്ത് ഓട്ടോയുടെ എഞ്ചിൻ ശബ്ദം കേട്ടാൽ എന്റെ ശരീരം വിറയ്ക്കും. കാരണം അത് ഒരു സാധാരണ ഓട്ടോ അല്ല. ആ ദിവസം ഒരു അമാവാസി രാത്രിയായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞ് റോഡുകൾ ശൂന്യമായി കിടക്കുന്ന സമയം. നാട്ടിലെ അവസാന ബസും പോയി. ഫോൺ സ്വിച്ച് ഓഫ്. വീട്ടിലേക്കുള്ള വഴിയിൽ ഏകദേശം 3 കിലോമീറ്റർ നടന്നു പോകണം. വഴിയിൽ ലൈറ്റ് പോസ്റ്റുകൾ എല്ലാം കത്തിയിരുന്നില്ല. ആകാശം മുഴുവൻ കറുപ്പ്, ചന്ദ്രനും നക്ഷത്രങ്ങളും ഒളിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെയാണ് ഞാൻ അത് കണ്ടത്. ദൂരത്ത് മങ്ങിയ വെളിച്ചത്തിൽ ഒരു ഓട്ടോ. ഒറ്റയ്ക്ക്. റോഡിന്റെ നടുവിൽ നിശ്ചലമായി. ആദ്യം ഞാൻ സന്തോഷിച്ചു. ഭാഗ്യം എന്ന് മനസ്സിൽ പറഞ്ഞു. ഇത്ര രാത്രിയിൽ ഒരു ഓട്ടോ കിട്ടിയതല്ലേ. പക്ഷേ അടുത്ത നിമിഷം തന്നെ ഒരു അസ്വസ്ഥത എന്റെ നെഞ്ചിൽ കയറി. ഓട്ടോയുടെ ഹെഡ്ലൈറ്റ് കത്തിയിരുന്നില്ല, പക്ഷേ അതിന്റെ ഉള്ളിൽ ഒരു മഞ്ഞ നിറത്തിലുള്ള മങ്ങിയ വെളിച്ചം. ഞാൻ അടുത്തേക്ക് നടന്നപ്പോൾ ഓട്ടോ സ്വയം സ്റ്റാർട്ട് ചെയ്തു. എഞ്ചിൻ ശബ്ദം സാധാരണ ഓട്ടോകളുടേതുപോലെ അല്ല, പഴയ ഒരു യന്ത്രം വേദനയോടെ ശ്വസിക്കുന്നതുപോലെ. ഡ്രൈവർ സീറ്റിൽ ആരോ ഇരിക്കുന്നുണ്ടെന്ന് തോന്നി. പക്ഷേ മുഖം വ്യക്തമായില്ല. കറുത്ത ഷർട്ട്, തല താഴ്ത്തി. വരുന്നോ? അവൻ പറഞ്ഞത് പോലുമല്ല, ഒരു ശബ്ദം നേരെ എന്റെ തലക്കുള്ളിൽ കേട്ടതുപോലെ. എന്തോ തെറ്റാണ് എന്ന് മനസ്സ് പറഞ്ഞു. പക്ഷേ കാലുകൾ അത് കേട്ടില്ല. ഞാൻ ഓട്ടോയിൽ കയറി. അകത്ത് കയറിയ നിമിഷം തന്നെ പുറത്തെ ശബ്ദങ്ങൾ എല്ലാം ഇല്ലാതായി. തവളയുടെ ശബ്ദം, കാറ്റിന്റെ ശബ്ദം, എന്റെ സ്വന്തം ശ്വാസം പോലും. ഓട്ടോ നീങ്ങിത്തുടങ്ങി. ചേട്ടാ, കുന്ന് റോഡ് വരെ മതി, ഞാൻ പറഞ്ഞു. ഡ്രൈവർ മറുപടി പറഞ്ഞില്ല. റോഡ് മാറിത്തുടങ്ങി. ഞാൻ 100 വട്ടം നടന്ന വഴിയായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ മരങ്ങൾ അസാധാരണമായി വളർന്നു നിൽക്കുന്നു. ലൈറ്റ് പോസ്റ്റുകൾ കാണാനില്ല, വീടുകളില്ല, റോഡിന്റെ ഇരുവശവും ആഴമുള്ള ഇരുണ്ട കാട്. ഇത് ശരിയായ വഴിയല്ലല്ലോ, ഞാൻ ചോദിച്ചു. അപ്പോൾ ആദ്യമായി ഡ്രൈവർ മുഖം തിരിച്ചു. അവന്റെ കണ്ണുകൾ മനുഷ്യന്റെതല്ല, കണ്ണിന്റെ വെള്ള ഭാഗം പോലും കറുപ്പു. കണ്ണുകൾ ആഴമുള്ള ഒരു കുഴി പോലെ. ഒരിക്കൽ കയറിയാൽ പിന്നെ വഴിയില്ല, അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. എന്റെ ശരീരം തണുത്തുപോയി. ഞാൻ ചാടാൻ ശ്രമിച്ചു. പക്ഷേ ഓട്ടോയുടെ വാതിൽ ഇല്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് കറുത്ത ഒരു ശൂന്യം. പുറത്തേക്ക് നോക്കിയപ്പോൾ റോഡ് പോലും ഇല്ല, നമുക്ക് ചുറ്റും മങ്ങിച്ചിരിക്കുന്ന ഒരു ഭൂമി. മഞ്ഞുപോലെയുള്ള പുക നിലത്തുകൂടി ഒഴുകുന്നു. ആകാശവും നിലവും തമ്മിലുള്ള വ്യത്യാസം പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. ദൂരത്ത് ചില ഓട്ടോകൾ. 100 കണക്കിന്. എല്ലാം ഒരേപോലെ. എല്ലാം നിശ്ചലമായി. അവയുടെ ഉള്ളിൽ ആളുകളുടെ രൂപങ്ങൾ. ചിലർ കരയുന്നു. ചിലർ ശൂന്യമായി നോക്കുന്നു. ചിലർ നീങ്ങുന്നില്ല. ഇത് എന്ത് സ്ഥലമാണ്? ഞാൻ വിറച്ച ശബ്ദത്തിൽ ചോദിച്ചു. ഡ്രൈവർ ചിരിച്ചു. വീണ്ടും തിരികെ പോകാനാവാത്തവരുടെ ഭൂമി. അപ്പോൾ ഓട്ടോ നിശ്ചലമായി. അവൻ പതിയെ എഴുന്നേറ്റ് എന്റെ അടുത്തേക്ക് തിരിഞ്ഞു. ഇനിയാണ് യാത്ര തുടങ്ങുന്നത്, അവൻ പറഞ്ഞു. എനിക്ക് കുരലിടാൻ പോലും കഴിഞ്ഞില്ല. അത് ആയിരുന്നു എന്റെ അവസാന സാധാരണ രാത്രി. ഓട്ടോ നിശ്ചലമായിട്ടും സമയം നിൽക്കാതെ ഒഴുകുന്നതുപോലെ തോന്നി. എന്റെ കൈയിലെ വാച്ച് നോക്കാൻ ശ്രമിച്ചപ്പോൾ അത് ഇല്ലായിരുന്നു. കൈയിലുണ്ടായിരുന്ന ബാഗും ഫോണിയും ഒന്നുമില്ല, ഞാൻ തന്നെയും ഭാരം ഇല്ലാത്തതുപോലെ. ഡ്രൈവർ എന്റെ മുന്നിൽ നിന്നു. ഇപ്പോൾ അവൻ മനുഷ്യൻ അല്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവന്റെ മുഖം മങ്ങിമങ്ങിയാണ് കാണുന്നത്. ഒരിക്കൽ വൃദ്ധൻ, ഒരിക്കൽ യുവാവ്, ഒരിക്കൽ കുട്ടി, മുഖം മാറി മാറി. നിങ്ങൾ ആരാണ്? ഞാൻ ചോദിച്ചു. ശബ്ദം എന്റേതല്ലാത്തതുപോലെ. ഞാൻ ഡ്രൈവർ അല്ല, അവൻ പറഞ്ഞു. ഞാൻ വഴിയാണ്. അവൻ വിരൽ ചൂണ്ടി. ഞാൻ തിരിഞ്ഞു നോക്കി. ആ ഭൂമി. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റില്ല. നിലം മൃദുവാണ്, ചെളിയല്ല, മണലുമല്ല, ഒരു ഓർമ്മ പോലെ. കാലെടുത്താൽ അതിൽ ചിഹ്നങ്ങൾ ഉണ്ടാകുന്നു, പക്ഷേ അടുത്ത നിമിഷം അവ മായ്പോകും. ആകാശത്ത് സൂര്യനും ചന്ദ്രനും ഇല്ല, വെളിച്ചം എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല. ദൂരത്ത് ആളുകൾ. ഒറ്റക്കല്ല, കൂട്ടങ്ങളായി. എല്ലാവരും നടക്കുന്നു. ഒരേ ദിശയിൽ. പക്ഷേ അവരുടെ മുഖങ്ങളിൽ ഒരു ലക്ഷ്യവും ഇല്ല. ഞാൻ ഒരാളെ പിടിച്ചു. ഇവിടെ നിന്ന് എങ്ങനെ പുറത്തു പോകാം? അവൻ എന്നെ നോക്കി. കണ്ണുകൾ നിറഞ്ഞു. പുറത്ത് അവൻ ചിരിച്ചു. ഇവിടെയെത്തിയ ദിവസം തന്നെയാണ് പുറത്തുള്ള അവസാന ദിവസം. അവൻ പറഞ്ഞു തുടങ്ങി. അവനും ഒരു രാത്രി ഓട്ടോയിൽ കയറിയതാണ്.
ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴി. ഡ്രൈവർ സംസാരിച്ചില്ല, വഴിതെറ്റി. പിന്നെ ഇവിടെ. ഞാൻ 10 വർഷമായി നടക്കുന്നു, അവൻ പറഞ്ഞു. എങ്കിലും സമയം ഇവിടെ എന്നില്ല. എന്റെ നെഞ്ചു മുറുകി. അപ്പോൾ ഒരു വലിയ ശബ്ദം. ഓട്ടോകളുടെ എഞ്ചിൻ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം. ആകാശം കുലുങ്ങി. ഇനി വരുന്നു, അവൻ പറഞ്ഞു. പുതിയവർ. നൂറുകണക്കിന് ഓട്ടോകൾ ആകാശത്തിന്റെ മൂടൽമഞ്ഞിലൂടെ പ്രത്യക്ഷപ്പെട്ടു. ഓരോന്നും ഒരു ശൂന്യമായ റോഡിൽ നിന്നു വന്നതുപോലെ. അവയിൽ നിന്ന് ആളുകൾ ഇറങ്ങുന്നു, ഭയത്തോടെ, ആശയക്കുഴപ്പത്തോടെ. ഞാൻ അവരിൽ എന്നെ കണ്ടു. എന്റെ തന്നെ മുഖം. ഒരു നിമിഷം ഞാൻ പിന്മാറി. ഇത് ഒരു കുടുക്കാണ്, ഞാൻ വിളിച്ചു പറഞ്ഞു. പക്ഷേ എന്റെ ശബ്ദം അവർക്കെത്തിയില്ല. ഓരോരുത്തരും തങ്ങളുടെ ഭയം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. ഡ്രൈവർ, അവൻ വീണ്ടും എന്റെ അരികിൽ. എന്തുകൊണ്ട്, ഞാൻ ചോദിച്ചു. എന്തിനാണ് ആളുകളെ ഇവിടെ കൊണ്ടുവരുന്നത്? അവൻ ദൂരത്ത് നോക്കി. ശൂന്യമായ റോഡുകൾ, അവൻ പറഞ്ഞു. അവ മനുഷ്യരുടെ അവഗണനയാണ്. രാത്രി, ഒറ്റപ്പെടൽ, ആരും കാണാത്ത വഴികൾ. അവിടെ ഈ ലോകം ചോർന്നു വീഴും. ഞങ്ങൾ ആ ചോർച്ചയാണ്. ഞാൻ ചോദിച്ചു. അവന്റെ പിന്നിൽ മറ്റുള്ളവർ. ഡ്രൈവർമാർ. ഓരോരുത്തരും വ്യത്യസ്ത രൂപങ്ങൾ. പക്ഷേ എല്ലാവർക്കും ഒരേ കണ്ണുകൾ, ആഴമുള്ള കറുപ്പ്. നിനക്ക് ഒരു അവസരമുണ്ട്, അവൻ പറഞ്ഞു. എനിക്ക്? നീ ഇനിയും പൂർണ്ണമായി ഇവിടെ പെട്ടിട്ടില്ല. ഭയം നിന്നെ പിടിച്ചിരിക്കുന്നു, പക്ഷേ നീ സമ്മതിച്ചിട്ടില്ല. എന്ത് സമ്മതം? ഇത് നിന്റെ അവസാന വഴിയാണെന്ന്. അവൻ എന്റെ നെഞ്ചിലേക്ക് കൈനീട്ടി. സ്പർശിച്ചില്ല, പക്ഷേ എന്റെ ഓർമ്മകൾ തുറന്നു. അമ്മയുടെ മുഖം. വീട്ടിലെ വെളിച്ചം. മഴയുടെ ഗന്ധം. ഇത് ഓർമ്മിച്ചാൽ നീ വേദനിക്കും, അവൻ പറഞ്ഞു. വിടുകയാണെങ്കിൽ നീ ഇവിടെ ലയിക്കും. എന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ വീണു. അവ നിലത്തിനെ തൊട്ടപ്പോൾ അവ ശബ്ദമില്ലാതെ അപ്രത്യക്ഷമായി. അപ്പോൾ ദൂരത്ത് ഒരു വ്യത്യസ്ത ശബ്ദം. ഓട്ടോയുടെ എഞ്ചിൻ അല്ല, ഒരു വിളി. എന്റെ പേര്. ഞാൻ തിരിഞ്ഞു. മഞ്ഞുമൂടലിന് അപ്പുറം ഒരു റോഡ്. ചെറുതെങ്കിലും വ്യക്തമായത്. അതിൽ ഒരു ലൈറ്റ് പോസ്റ്റ് കത്തുന്നു. അത്? ഞാൻ ചോദിച്ചു. ഡ്രൈവർ മുഖം കഠിനമായി. നീ തീരുമാനിക്കണം, അവൻ പറഞ്ഞു. നടക്കുമോ അല്ലെങ്കിൽ കയറുമോ? എന്റെ മുന്നിൽ വീണ്ടും ആ ഓട്ടോ. വാതിൽ ഇപ്പോഴും ഇല്ല, അകത്ത് ഇരുട്ട്. പിന്നിൽ ആ വെളിച്ചമുള്ള റോഡ്. ഞാൻ ഒരു പടി മുന്നോട്ട് വെച്ചു. അപ്പോൾ മുഴുവൻ ഭൂമി വിറച്ചു. ഭൂമി വിറച്ചപ്പോൾ എന്റെ കാലുകൾക്ക് താങ്ങില്ലാതായി. ചുറ്റുമുള്ള ആളുകൾ, നടന്നുകൊണ്ടിരുന്നവരും ശൂന്യമായി നോക്കിയവരും ഒരൊറ്റ നിമിഷം കൊണ്ട് നിശ്ചലമായി. സമയം വീണ്ടും തകർന്നുപോയതുപോലെ. ഡ്രൈവർ എന്റെ മുന്നിൽ നിന്നു. ഇപ്പോൾ അവന്റെ മുഖം ഒരേയൊരു രൂപത്തിൽ ഉറച്ചു. അതിൽ ദേഷ്യമില്ല, കരുണയുമില്ല. ഇത് നിന്റെ അവസാന തീരുമാനം, അവൻ പറഞ്ഞു. ആ വെളിച്ചത്തിലേക്ക് പോയാൽ നീ എല്ലാം മറക്കും. ഇവിടെ കണ്ടതെല്ലാം സ്വപ്നമാകും. ഓട്ടോയിൽ കയറിയാൽ നീ ഞങ്ങളിലൊരാളാകും. എന്റെ നെഞ്ച് പൊട്ടിപ്പോകുന്ന പോലെ തോന്നി. ഞാൻ തിരിഞ്ഞു നോക്കി. ആ റോഡ്. ലൈറ്റ് പോസ്റ്റ്. അതിനപ്പുറം എന്റെ വീടിന്റെ ഗേറ്റ് പോലെ എന്തോ. പക്ഷേ മങ്ങിയതാണ്. ഒരു ഓർമ്മയുടെ അറ്റം പോലെ. പിന്നിലേക്ക് നോക്കിയപ്പോൾ ആ ഭൂമി. അനന്തമായ മഞ്ഞുമൂടൽ. ഓട്ടോകൾ. വഴിയില്ലാത്ത യാത്രക്കാർ. ഇവരെല്ലാം, ഞാൻ പറഞ്ഞു. അവർ ഒരിക്കൽ തീരുമാനിച്ചു, ഡ്രൈവർ പറഞ്ഞു. ഭയം വിട്ടുകളഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞു. എന്റെ ശബ്ദം ശക്തമായി. അവർ പ്രതീക്ഷ വിട്ടുകളഞ്ഞു. ആ വാക്കുകൾ പറഞ്ഞ നിമിഷം ആകാശത്ത് ഒരു പൊട്ടൽ. പിളർന്നുപോയ ഒരു കണ്ണാടി പോലെ. വെളിച്ചം ശക്തമായി. ഡ്രൈവർ ഒരു പടി പിന്മാറി. നീ പഠിക്കുകയാണ്, അവൻ പറഞ്ഞു. അതുകൊണ്ടാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. എന്നെ പരീക്ഷിക്കാൻ. നിനക്കുതന്നെ, അവൻ പറഞ്ഞു. ഞാൻ മുന്നോട്ട് നടന്നു. ആ വെളിച്ചമുള്ള റോഡിലേക്ക്. ഓരോ പടിയും വെക്കുമ്പോൾ എന്റെ ശരീരം ഭാരം പിടിച്ചു. ശ്വാസം മടങ്ങിവന്നു. ഹൃദയമിടിപ്പ് ശക്തമായി. പിന്നിൽ നിന്ന് ഒരു ശബ്ദം. നീ വീണ്ടും കാണും. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. വെളിച്ചം എന്നെ മുഴുവനായി മൂടി. ഞാൻ ഉണർന്നപ്പോൾ റോഡരികിൽ കിടക്കുകയായിരുന്നു. പുലർച്ചെ. നാട്ടുകാർ ചുറ്റും. ഒരാൾ വെള്ളം തളിച്ചു. രാത്രി മുഴുവൻ ഇവിടെ കിടന്നതാണോ, ആരോ ചോദിച്ചു. ഓട്ടോയിൽ വന്നതാണെന്ന് പറഞ്ഞു മറ്റൊരാൾ. എന്റെ ശരീരം വിറച്ചു. റോഡ്.
ലൈറ്റ് പോസ്റ്റ്. എല്ലാം സാധാരണ. പക്ഷേ ഒരു കാര്യം, ആ റോഡിൽ ഒരു ഓട്ടോയുടെ ടയർ അടയാളം പോലും ഇല്ല. വീട്ടിലെത്തിയ ശേഷം ദിവസങ്ങൾ കടന്നു. ഞാൻ അതെല്ലാം മറക്കാൻ ശ്രമിച്ചു. സ്വപ്നമെന്ന് വിശ്വസിക്കാൻ ശ്രമിച്ചു. പക്ഷേ ചില രാത്രികളിൽ അമാവാസി വരുമ്പോൾ, മഴ കഴിഞ്ഞ് റോഡുകൾ ശൂന്യമാകുമ്പോൾ, ദൂരത്തുനിന്ന് ഒരു എഞ്ചിൻ ശബ്ദം. പഴയതും വേദനയുള്ളതും. ജാലകത്തിലൂടെ ഞാൻ നോക്കും. ഒറ്റപ്പെട്ട ഒരു ഓട്ടോ. ഹെഡ്ലൈറ്റ് ഇല്ലാതെ. അകത്ത് മഞ്ഞ നിറത്തിലുള്ള വെളിച്ചം. അത് എന്നെ കാത്തുനിൽക്കില്ല. അത് മറ്റാരെയോ കാത്തിരിക്കും. അന്ന് ഞാൻ രക്ഷപ്പെട്ടു. എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, രാത്രിയിലെ ശൂന്യമായ റോഡിൽ ഒരു ഓട്ടോ കണ്ടാൽ, ഒറ്റക്കല്ലെങ്കിൽ പോലും, കയറുന്നതിനു മുമ്പ് നിങ്ങളുടെ വഴിയാണോ എന്ന് ഉറപ്പാക്കൂ. കാരണം ഒരിക്കൽ കയറിയാൽ പിന്നെ വഴിയില്ല.